Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വോട്ടുകൊള്ള ആരോപണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ആവർത്തിച്ച് രാജ്യതലസ്ഥാനത്ത് എംപിമാർ നടത്തിയ മാർച്ച് പ്രതിപക്ഷത്തിന്റെ ശക്തിപ്രകടനം കൂടിയായി. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഭിന്നതകൾ മറന്ന് ലോക്സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം ഒന്നിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും ഇനി എന്ത് നിലപാടെടുക്കുമെന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഭരണകൂട സംവിധാനങ്ങൾ ഒത്തുകളിച്ചോ എന്ന വലിയ ചോദ്യം രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. വിഷയത്തിൽ ഭരണസിരാ കേന്ദ്രങ്ങളിലുള്ള ആരും ഇന്നേ വരെ ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ല. ഏത് ഗുരുതര ആരോപണങ്ങളും അവഗണിച്ച് മറവിയിലേക്ക് തള്ളിയിടാമെന്ന ഭരണകൂടത്തിന്റെ വ്യാമോഹത്തെ വിലവയ്ക്കില്ലെന്ന് ഉറക്കെ പറഞ്ഞാണ് പ്രതിപക്ഷത്തെ എംപിമാരൊന്നാകെ ഇന്ന് രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധ മാർച്ചിനെ പോലീസിനെ ഉപയോഗിച്ച് തടയാനായെങ്കിലും ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിതെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അവഗണിക്കാനാകുമോ സർക്കാരിന്? തെരുവിലെ പ്രതിഷേധം അവഗണിച്ചാലും രാജ്യസഭയിലും ലോക്സഭയിലും ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനാകുമോ? മുന്നണി വിട്ട തൃണമൂലും ആം ആദ്മി പാർട്ടിയും കൂടിയെത്തുമ്പോൾ പ്രതിപക്ഷത്തിന് കരുത്തേറുന്നുണ്ട്. സുതാര്യമായ കുറ്റമറ്റ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം ഈ രാജ്യത്തിന് വേണമെന്ന് ഒരേ സ്വരത്തിൽ ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുമ്പോൾ എത്രനാൾ മുഖം തിരിച്ചിരിക്കാനാകും അധികാരികൾക്ക്? ഭരണഘടനാ പോരാട്ടമോ എന്നാണ് ചോദ്യം. ഇന്ന് രാജ്യതലസ്ഥാനം കണ്ടത് ഒരുമിച്ച് നിന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു പോരാട്ടമാണ്. ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇപ്പോഴും BJP ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണം ആ അർത്ഥത്തിൽ വന്നിട്ടില്ല. രാജ്യം മുഴുവൻ വോട്ട് ചോരി ക്യാമ്പയിന് പിന്നിൽ, രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഭരണഘടനാ പോരാട്ടമാണ്. ഭരണഘടനാ പോരാട്ടം തന്നെയാണ്. ഇത് രാഷ്ട്രീയ പോരാട്ടമല്ല. കാരണം ഇത് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമാണ്, ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമാണ്. അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. പാർലമെൻറ്റിൽ നമ്മൾ കണ്ടതാണ്. പാർലമെൻറ്റിനകത്തും ഈ വിഷയം ഉന്നയിച്ചു. രണ്ട് സഭകളും ഉച്ചവരെ പിരിയുന്ന രീതിയിലേക്ക് ആ ബഹളം തുടർന്നു. അതിനുശേഷമാണ് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക്, ഓഫീസിലേക്ക് നടത്തുന്ന പ്രകടനം. അവിടുന്ന് 600 അടിയേ ഉള്ളൂ അപ്പുറത്തേക്ക് പോകാൻ. അപ്പോൾ ആ പ്രതിഷേധത്തിൽ 300-ൽ പരം MP-മാർ പങ്കെടുക്കുന്നു. ആ പ്രതിഷേധം പക്ഷേ പാതി വഴിയിലെത്തുമ്പോഴേക്കും തന്നെ തടയുകയാണ്, പോലീസ് തടയുകയാണ്. അപ്പോൾ MP-മാർ നടത്തുന്ന സമാധാനപരമായ പ്രതിഷേധത്തെ എന്തിനു തടയുന്നു എന്ന ചോദ്യം ഖാർഗെ അടക്കമുള്ളവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ പ്രതിഷേധം തടയുമ്പോൾ അവിടെ നേതാക്കൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അവിടെ കണ്ട ബാനറുകളിൽ എല്ലാ ഭാഷയിൽ നിന്നുമുള്ള പ്രതികരണങ്ങളുണ്ട്. ആ ബാനറുകൾ ഏതെങ്കിലും ഒരു ഭാഷയിലായിരുന്നില്ല. ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഇംഗ്ലീഷിലുമൊക്കെയുള്ള, മലയാളത്തിലുമൊക്കെയുള്ള ബാനറുകളാണ് അവിടെ ഉയർന്നത്. വോട്ട് ചോരിക്കെതിരെയുള്ള പ്രതിഷേധമാണ്. മോദി ചോർ ഹേ എന്നുള്ള മുദ്രാവാക്യം അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ വനിതാ MP-മാർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിന്നുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു. അത് തൃണമൂൽ കോൺഗ്രസിലെ മഹുവ മൈത്രയും മറ്റൊരു MP-യുമായിരുന്നു. കോൺഗ്രസ് എന്നുള്ള MP-മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പ്രതിഷേധം, കാരണം തൃണമൂൽ കോൺഗ്രസ് മറ്റൊരു നിലപാട് പല ഘട്ടങ്ങളിലും എടുത്തിട്ടുള്ള ആരാണ്, നേരത്തെ പല ഘട്ടങ്ങളായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവാകേണ്ടത് ആര് എന്ന തർക്കമൊക്കെ വരുമ്പോൾ അതിൽ ഞാൻ എന്ന് പറയുന്ന നേതാക്കളുണ്ടായിരുന്നു. അതിലൊന്ന് തൃണമൂൽ കോൺഗ്രസിലെ നേതാവ് മമതയായിരുന്നു. പക്ഷേ അതല്ല, ഇത് അടിസ്ഥാനപരമായി നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട വിഷയമാണ് എന്നുള്ള ഒരു തോന്നലിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എത്തിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ നിന്നും പുറത്തു പോയിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ MP-യും ആ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വിളിച്ച വിരുന്നിൽ 3-ാം നിരയിലേക്ക് തള്ളപ്പെട്ടു എന്ന് പറഞ്ഞിരുന്ന ശിവസേന ഉദ്ധവ് വിഭാഗത്തിലെ MP-യും ആ പ്രതിഷേധത്തിലുണ്ടായത്. അപ്പോൾ എല്ലാവരും മുന്നോട്ട് നടത്തിയ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിനൊടുവിൽ മുഴുവൻ MP-മാരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രിയങ്ക മുദ്രാവാക്യം വിളിച്ചത്. അവിടെ 2 മണിക്കൂറാണ് MP-മാരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയത്. 2
മണിക്ക് പാർലമെന്റ് സമ്മേളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടും ആ സമയത്ത് പോലീസ് വിട്ടിരുന്നില്ല. നടപടിക്രമം കഴിഞ്ഞപ്പോൾ 2:15 കഴിഞ്ഞിട്ടുണ്ട്. നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങി നമുക്കൊക്കെ പ്രതികരണം തന്നാണ്. അപ്പോൾ ഇന്നത്തെ പ്രതിഷേധം ഇന്ന് തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് നാളെയുമുണ്ട് പ്രതിഷേധം. ഇപ്പോൾ ഖാർഗെയുടെ വിരുന്ന് നടക്കുകയായിരിക്കാം. കോൺഗ്രസിൻ്റെ ഇന്ന് യോഗമുണ്ട് എന്ന് പറയുന്നു. ആ യോഗം നടക്കുന്നുണ്ടാകാം. അപ്പോൾ ഇനി അങ്ങോട്ട് പ്രതിഷേധത്തിൻ്റെ സ്വഭാവം അത് നിശ്ചയിക്കാനുള്ള പോരാട്ടമാണ്. അതിനിടയ്ക്ക് തന്നെയാണ് നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യമാണ് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഇത് ഈ വരുന്ന ഒരു വലിയ പോരാട്ടത്തെ ദുർബലമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അത് കർണാടകയിൽ നിന്ന് തന്നെ വന്നു എന്നുള്ളതാണ് കോൺഗ്രസിന് വലിയ ക്ഷീണമാകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് ക്ഷീണമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്തരം കളകളെ അപ്പം തന്നെ പറിച്ചെറിയുക എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോവുകയായിരുന്നു. കാരണം സിദ്ധരാമയ്യോട് അടുത്ത് നിൽക്കുന്ന മന്ത്രിയാണ്, സഹകരണ മന്ത്രിയാണ്. ആ സഹകരണ മന്ത്രി രാജണ്ണയുടെ സഹകരണം ആരോടാണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. കാരണം ഇതൊന്നും ഇനി ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം പറയുന്നു നമ്മുടെ കാലത്തല്ലേ ഇതൊക്കെ നടന്നിട്ടുള്ളത് എന്ന് പറയുകയും നമ്മുടെ മൂക്കിന് താഴെ നടന്നിട്ട് നമ്മളറിയാതെ പോയല്ലോ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ 6 മാസം എടുത്തിരിക്കുന്ന ആ ശ്രമഫലത്തെ അവിടെ കഷ്ടപ്പെട്ട് അത് പരിശോധിച്ച് കണ്ടെത്തിയ ആ ശ്രമഫലത്തെ അവരുടെ നേതാവിനെ തള്ളുന്ന പ്രതികരണമാണ് അവിടെ ആ മന്ത്രി നടത്തിയത്. അപ്പോൾ ആ മന്ത്രിക്ക് എന്താണ് പകരം കിട്ടിയത് എന്നറിയാൻ അധികം കാക്കേണ്ടി വരില്ല. അദ്ദേഹം ഏത് ചേരിയിലേക്ക് പോകുന്നു, എവിടേക്ക് സഹകരിക്കാൻ പോകുന്നു എന്നുള്ളത് വൈകാതെ തന്നെ തെളിയുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് ഒരു ശബ്ദമായി കാണേണ്ടതുമില്ല. ഇനി ചിലപ്പോൾ ഇനിയും വരാം അപശബ്ദങ്ങൾ ഇത്തരത്തിൽ. പക്ഷെ വളരെ പെട്ടെന്നാണ്. കാരണം ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് തീരുമാനിക്കാം രാജിക്കാര്യം, അതായത് സിദ്ധരാമയുടെ അടുത്ത ആളാണല്ലോ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പറ്റില്ല, ഹൈക്കമാൻഡ് പെട്ടെന്ന് രാജി എഴുതി വാങ്ങിക്കൂ എന്ന് പറഞ്ഞു. വളരെ വേഗം രാജി എഴുതി വാങ്ങി അത് ഗവർണർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരം അപശബ്ദങ്ങൾ ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് ഭരണഘടനയെ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം എന്നുള്ളത് ഇപ്പോൾ ബീഹാറിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ആ വിഷയം കൂടി ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു വലിയ വിഭാഗത്തെ തന്നെ വോട്ട് ചെയ്തതിൽ നിന്ന് മാറ്റി അവരെ പൗരന്മാരല്ലാതാക്കുന്ന വലിയൊരു സൂത്രം കൂടി ഒരു വശത്ത് നടക്കുന്നു. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും ഓരോ തന്ത്രമാണ്. നമുക്ക് തൃശ്ശൂരിലെ കാര്യം അറിയാം. തൃശ്ശൂരിൽ ഇന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു വീട്ടിൽ 9 പേരുടെ ആ വീട്ടിലെ അംഗമല്ലാത്ത 9 പേരുടെ പേര് വന്നത്. പക്ഷേ അവർ വോട്ട് ചെയ്തിട്ടില്ല എന്നൊരു ന്യായം അപ്പുറത്ത് പറയുന്നു. അത് അപ്പം തന്നെ തടഞ്ഞു. കാരണം നമ്മൾ അന്ന് കണ്ടതാണ് ആ ബൂത്തുകളിലൊക്കെ ഉണ്ടായ ബഹളം. പക്ഷേ അപ്പോഴും മറ്റ് ജില്ലകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള സമയമാകുമ്പോഴേക്കും ഒരു മണ്ഡലത്തിലേക്ക് വരികയും അവിടുത്തെ വോട്ടറായി മാറുകയും ചെയ്ത് വോട്ട് ചെയ്ത ശേഷം അവരെവിടെ പോകുന്നു എന്ന ചോദ്യം ഉറക്കെ ചോദിക്കേണ്ട സമയമാണ്. അതിലെ വലിയ തരത്തിലുള്ള വോട്ടർമാരെ ചേർക്കലുണ്ടായിട്ടുണ്ട്. അതായത് 28,000 പേരെ ചേർത്തു എന്നാണെന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നത്. അതായത് BJPക്ക് സ്വാധീനമുള്ള മേഖലകളിലാണ് വലിയ തോതിൽ വോട്ടർമാരെ ചേർത്തത്. അപ്പോൾ ആ പരിശോധനയിലേക്ക് പോയില്ല. വലിയ തോതിൽ വോട്ടർമാരുടെ എണ്ണം കൂടിയപ്പോൾ അത് പുരുഷ വോട്ടർമാരുടെ എണ്ണം ക്രമാതീതമായി കൂടുകയും സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കുറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ 2019 ലോക്സഭാ സീറ്റിലെ മൊത്തം കണക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ 2024 പുരുഷ വോട്ടർമാർ 1,30,000-ത്തിനടുത്താണ്. സ്ത്രീ വോട്ടർമാർ 80,000 മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളിലേക്ക് അന്ന് രാഷ്ട്രീയ പാർട്ടികൾ കടന്നില്ലല്ലോ എന്നൊരു വീണ്ടും വിചാരം കൂടി അവർ നടത്തേണ്ടത്. കാരണം പ്രാദേശികമായി ഇത്തരം പരിശോധനകൾ എത്രത്തോളം അവർ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി ഇനിയൊരു വീണ്ടും വിചാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ഇതൊരു സൂചനയായി കാണുന്നുണ്ട്. തൃശ്ശൂരിലേക്ക് വീണ്ടും ചികഞ്ഞു പോയാൽ ഇനിയും സത്യങ്ങൾ തെളിഞ്ഞു വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP പ്രതികരിക്കാത്ത പോലെ തന്നെ സുരേഷ് ഗോപിയും പ്രതികരിച്ചിട്ടില്ല. സുരേഷ് ഗോപിയുടെ പ്രതികരണം നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ആ പ്രതികരണം ആവശ്യപ്പെടുന്നുണ്ട്. എന്താണോ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത് അത് തന്നെയാണ് VS സുനിൽകുമാറിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സത്യവാങ്മൂലം നൽകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സത്യവാങ്മൂലം നൽകാൻ പറയുമ്പോൾ ഏതെങ്കിലും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ മതി, 3 വർഷം തടവ് എന്നതിലേക്ക് എടുത്താം. അപ്പോൾ ആളുകളെ നിശബ്ദരാക്കാനാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത്? ഇനി EVയുമായി ബന്ധപ്പെട്ട പരാതിയാണ് വരുന്നതെങ്കിൽ ഏത് പൗരനും ആ EVയുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിക്കണമെങ്കിൽ ആദ്യം നൽകേണ്ടത് 12,000 രൂപ കെട്ടിവെക്കണം. അത്രേ. ഒരു സാധാരണ പൗരന് ഞാൻ ഒരു ക്രമക്കേട് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ആ ക്രമക്കേട് അറിയിക്കണമെങ്കിൽ 12,000 രൂപ ആദ്യം കെട്ടിവെക്കണം. അത്രേ. എന്നിട്ട് അത് തെളിയിക്കുകയും വേണം. അപ്പോൾ ഇത് പൗരന്മാരുടെ ചുമതലയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകിച്ച് ചുമതലയൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അച്ഛൻ്റെ പേര് പലയിടത്തും മാറുകയും അച്ഛൻ്റെ സ്ഥാനത്ത് ABCD എന്ന് വരികയൊക്കെ ചെയ്താലും അതിലൊന്നും മറുപടി പറയാൻ നിൽക്കാതെ അപ്പുറത്തുനിന്ന് ഒരൊറ്റ സ്ത്രീ പറഞ്ഞ ഒരു കാര്യത്തിൽ വെച്ച് അത് മാത്രം ഒരു മറുപടിയായി നൽകിക്കൊണ്ടുള്ള നോട്ടീസാണ് നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകേണ്ടി വരും. ഈ പോരാട്ടം ഇവിടെ അവസാനിച്ചുകൂടാ എന്നുള്ളതാണ്. പല പോരാട്ടങ്ങളും പാതി വഴിയിൽ അവസാനിപ്പിച്ച രീതി പ്രതിപക്ഷത്തിലുണ്ട്. പക്ഷേ ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഭരണഘടനയെ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ഭരണഘടനാ പോരാട്ടമായി നിൽക്കുന്നു എന്നുള്ളത് അത് തുടരേണ്ടതുണ്ട്. അതിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമോ എന്നായിരുന്നു ചോദ്യം.
ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. ഭരണഘടനാ പോരാട്ടമോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, ഇന്നിപ്പോൾ തലസ്ഥാനത്ത് കണ്ടത് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ളൊരു പോരാട്ടമാണ് കണ്ടത്. പതിവിലും വലിയ വാശിയുള്ള വീറുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് തലസ്ഥാനത്ത് കണ്ടത്. മിക്കവാറും എല്ലാ നാഷണൽ മാധ്യമങ്ങൾക്കും അത് കവർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ചിലരെങ്കിലും ആ കവർ ചെയ്യുന്ന സാഹചര്യത്തിൽ മാറുന്നതും കണ്ടു, കേരളത്തിലടക്കം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം തിരിച്ചു പിടിക്കാനുള്ള വലിയ രീതിയിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നുള്ളതിലും അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും വലിയ സമരങ്ങൾ നടന്നിട്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും എത്ര മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളടക്കം ലഹു ജിഹാദ് തപ്പിപ്പോകുന്ന അവസ്ഥയിലാണുള്ളത്. കാരണം പ്രധാനപ്പെട്ട ജനാധിപത്യം തകരാറിയ സമയത്ത് ചരിത്രത്തിലാദ്യമായി എല്ലാ മുന്നണികളും 300-ലധികം MP-മാർ എവിടേക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്തേക്ക് സമരം നടത്തുകയാണ്. വലിയ രീതിയിൽ ലോകം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, ഇന്ത്യ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനൊക്കെ നേതൃത്വം നൽകേണ്ടത് പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നതെന്ന് എല്ലാ പ്രാവശ്യം പറയുന്ന മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്ത്യയിലെ 80% മാധ്യമങ്ങൾ ഇന്നത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നോക്കുകയായിരുന്നു എത്ര ഹിന്ദി ചാനലുകൾ ചർച്ച ചെയ്യുന്നു, എത്ര ഇംഗ്ലീഷ് ചാനലുകൾ ചർച്ച ചെയ്യുന്നു നോക്കുകയാണ്. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എത്ര എണ്ണം ചർച്ച ചെയ്യാൻ നോക്കുക. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ലവ് ജിഹാദാണ്. കേരളത്തിലെ ലവ് ജിഹാദ് ഇപ്പോൾ നടക്കുന്നുള്ളതായിട്ട് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? അങ്ങനെ അഭിപ്രായമുള്ള കാര്യങ്ങളാണോ ഇന്നത്തെ ചർച്ച ചെയ്യേണ്ടത്? പക്ഷേ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ലവ് ജിഹാദ് ആണ് എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിലയ്ക്ക് വാങ്ങുകയാണ്. മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നു, എതിർ സ്വരങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നു, വിലയ്ക്ക് കിട്ടാത്തതിനെല്ലാം അടിച്ചമർത്തുന്നു, പേടിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ഇടിയിൽ വിടുന്നു, ഇൻകം ടാക്സിൽ വിടുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എങ്ങനെ ഈ രാജ്യത്തെ രക്ഷിക്കാം എന്നുള്ളതൊരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിലുള്ള മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായി ഇറങ്ങി എന്നുള്ളതാണ്. 300-അധികം MP-മാർ ഒന്നിച്ച് ചെല്ലുമ്പോൾ സമയത്ത് പറയുകയാണ് 30 പേരെ കയറ്റി വിടാം എന്ന് പറയുകയാണ്. MP-മാർക്ക് 30 പേരെ കയറ്റി വിടാൻ അവർക്ക് പ്രത്യേക പ്രയോറിറ്റി എന്തെങ്കിലും ഉണ്ടോ? 30 പേർക്ക് പ്രത്യേക പ്രയോറിറ്റി, ബാക്കി 270 പേർക്ക് പ്രത്യേക പ്രയോറിറ്റി ഒന്നുമില്ലല്ലോ. MP-മാർ എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് തലസ്ഥാനത്തേക്ക് അയച്ചവരാണ്. അവരാണ് ഇലക്ഷൻ കമ്മീഷനെ കാണാൻ പോകുന്നത്. അവരോട് പറയാണ് 30 പേർ മാത്രം വന്നോളൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചോ എന്നുള്ളതാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളതാണല്ലോ. അപ്പോൾ ചില ഇപ്പം നമ്മൾ നോക്കുകയാണ് എന്താണ് ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥലങ്ങളിൽ ചില പാർട്ടികൾക്ക് ഇപ്പോൾ BJPക്ക് വലിയ രീതിയിൽ സ്വാധീനമില്ല. അവർ ആ മണ്ഡലം വിടുന്നു. എന്നിട്ട് ആ മണ്ഡലത്തിലുള്ള എല്ലാവരും പറയുന്നു നിങ്ങൾ നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് പോയി വോട്ട് ചേർത്ത് അവിടെ വോട്ട് ചെയ്യുക എന്ന് പറയുന്നു. അവരെന്ത് ചെയ്യുന്നു? 6 മാസം മുന്നേ അല്ലെങ്കിൽ 4 മാസം മുന്നേ പോയി വോട്ട് ചേർക്കുന്നു. ഇതിന് ചേർക്കണമെങ്കിൽ ആരുടെ ഒത്താശ വേണം? ഇലക്ഷൻ കമ്മീഷൻ്റെ ഒത്താശ വേണം. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ ഉണ്ടാകുന്നത്? അവിടെ തുടങ്ങി ഞാൻ പറയുന്നത് ഇതൊരു വലിയ അഴിമതിയുടെ തുടക്കമാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? പണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിരുന്ന പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആരാണ് ചീഫ് ജസ്റ്റിസും കൂടെ തീരുമാനിച്ചിട്ടായിരുന്നു ആരാണ് ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിരുന്നത്. അപ്പം ഒരു നിഷ്പക്ഷത ഉണ്ടായിരുന്നു അതിനകത്ത്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസും വരുന്ന സമയത്ത് ഒരു നിഷ്പക്ഷത ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? നിഷ്പക്ഷത പോയി. ആദ്യമേ ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത് തോട്ടിക്കളഞ്ഞു. ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ഇല്ല. ആരാണ്? നരേന്ദ്രമോദിയും. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറയുന്ന ഒരാളും പിന്നെ പ്രതിപക്ഷ നേതാവുമായി. അവിടെ ആർക്കാ സീനിയോറിറ്റി മുൻഗണന കിട്ടുക? ഇവർക്ക് രണ്ടുപേരും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ആരൊക്കെയാണ് തീരുമാനിക്കുന്നത്? ഇപ്പോൾ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും രാഹുൽ ഗാന്ധിയാണ് തീരുമാനിക്കേണ്ടത്. അവിടെ അമിത്ഷായും നരേന്ദ്രമോദിയും തീരുമാനം എടുത്താൽ പിന്നെ അതിനകത്ത് മാറ്റമില്ല. അപ്പോൾ എന്താണ്? ഗാനേഷ് കുമാറിനെ കൊണ്ടുവരികയാണ് അതിൻ്റെ തലപ്പത്തേക്ക്. ഗാനേഷ് കുമാറിൻ്റെ പ്രത്യേകത എന്താ? വർഷങ്ങളായി 2019 തുടങ്ങി അമിത്ഷാൻ്റെ കൂടെ സന്തത സഹചാരിയാണ്. അദ്ദേഹമാണ് ഈ ആർട്ടിക്കിൾ 370 അടക്കം എടുത്തു കളയാൻ വേണ്ടിയിട്ട് ആ ഡെസ്കിൻ്റെ ഭാഗമാണ്. കാശ്മീരിലെ 370 എടുക്കുന്ന ഡെസ്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അമിത്ഷാ വന്നതോടുകൂടി അമിത്ഷാൻ്റെ കൂടെ നിൽക്കുന്ന ഗാനേഷ് കുമാറിനെ ഇതിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം. അതോടുകൂടി പിന്നെ സിസ്റ്റം മുഴുവൻ മാറുകയാണ്. അപ്പം 4 മാസം ഫെബ്രുവരിയിലാണ്. മാർച്ചിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഫെബ്രുവരിയിൽ ചീഫ് ഇലക്ഷൻ ഓഫീസറെ മാറ്റുകയാണ്. എന്നിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. ഒരാൾ ഇപ്പം തന്നെ തൃശ്ശൂർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, നമ്മളാണല്ലോ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ നമ്മൾ പോയി തപ്പിപ്പോയവരും ആരും നോക്കിയൊന്നും പോയെന്ന് എനിക്കറിയില്ല. ബാംഗ്ലൂർ നമ്മൾ പോയി, രാഹുൽ ഗാന്ധി പറഞ്ഞ വീട്ടിൽ നമ്മൾ പോയി. അവിടെ ആ ഡോർ നമ്പറിൽ പോകുമ്പോൾ 80 പേരെയാണ് ചേർത്തിരിക്കുന്നത്. അവിടെ ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ല എന്നുള്ളതാണ്.
ഈ 80 പേരെ പറഞ്ഞ് ചേർത്ത സ്ഥലത്താണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഒരു മാധ്യമങ്ങളും എന്താ പോകാത്ത, ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്താ ഈ പറയുന്ന ഇത്രയും വലിയൊരു അഴിമതി നടത്തി ഈ എന്താണ് ജനാധിപത്യത്തിൽ ഭീഷണിയായിട്ട് നടത്താത്തത്? അപ്പം ഇതെല്ലാം എങ്ങനെയാണ്? ഇതെല്ലാം ഒരു സിസ്റ്റത്തിൻ്റെ കീഴിലായി ഇവരിങ്ങനെ അടക്കി വരിച്ച് വാഴുകയാണ്. അപ്പം അതുപോലെയാണ് മുഴുവൻ സംവിധാനം ഉള്ളത്. അപ്പം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും, അവിടെ ആം ആദ്മി പാർട്ടി എന്നുള്ളതില്ല, അവിടെ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ഒക്കെ ഇന്ന് ബാരിക്കേഡിൻ്റെ മേളിൽ കയറി നിൽക്കുകയാണ്. കാരണം ഇന്ത്യയിലെ ഒരു പാർട്ടിയുടെ MP ബാരിക്കേഡിന് മേലെ കയറി നിന്ന് സമരം നടത്തേണ്ട അവസ്ഥയാണ്. നമ്മളിവിടെ SFIൻ്റെയും DYFIൻ്റെയും KSUവിൻ്റെയും ഒക്കെ സമരത്തിൻ്റെ പുറത്ത് നമുക്ക് കാണാം എന്ത് ബാരിക്കേഡിന് മേളിൽ കയറി നിന്ന് സമരം നടത്തുന്ന അവസ്ഥ. ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട MPമാരെല്ലാം ബാരിക്കേഡിന് മേലെ കയറി നിന്ന് സമരം നടത്തുകയാണ്. 300-ലധികം MPമാരാണ്, 1-2 MPമാരല്ല. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇരിക്കുന്നത്? ഇന്ത്യയിലെ ഒരു ജനാധിപത്യത്തിന് ഭീഷണിയായിട്ടുണ്ട്. ഭരണഘടന സംരക്ഷിക്കാൻ കഴിയുന്നില്ല, ഭരണഘടന സംരക്ഷിക്കുന്നത് ഭീഷണിയായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് 2240 വോട്ട് സീറ്റ് മേടിച്ച് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഇത്രയും സീറ്റ് മേടിക്കാനുള്ള കാരണം എന്താ? കാരണം ഇന്ത്യ മുന്നണി ഇത്രയും സീറ്റ് മേടിക്കാനുള്ള കാരണം എന്താ? ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ആ ഭരണഘടനയെയാണ് ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത്. കാരണം എന്താണ്? ഇങ്ങനെയാണ് ഇവർ ജയിച്ച് ഇത്രയധികം സീറ്റ് മേടിച്ച് അധികാരത്തിൽ വന്നത്. എന്നിട്ടും അധികാരത്തിൽ വന്നത് ഘടകകക്ഷികളുടെ വോട്ട് മേടിച്ചിട്ടാണ്. അവർക്ക് ഒറ്റക്കക്ഷിയായിട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ശക്തമായ രീതിയിൽ പോരാട്ടം നടക്കുന്ന സമയത്ത് ആരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ആരൊക്കെ ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിലുള്ള ആശങ്ക എന്ന് പറയുന്നത്. ഇനി ഏകദേശം 4 വർഷത്തോളം നിൽക്കുകയാണല്ലോ. ഇപ്പോഴേ കയറി ഇവരൊന്നും വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ കീഴടങ്ങി പോവുകയാണ്. ഓരോ ദിവസം കീഴടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഇലക്ഷൻ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഇലക്ഷൻ്റെ അവസാനം ഇനി ഇപ്പോൾ എത്രയാണ് ഇലക്ഷൻ വരിക? 2030 ഇലക്ഷൻ വരുന്ന സമയത്ത് അന്നേരം ഇവർക്കെല്ലാം BJPക്ക് അനുകൂലമായൊരു ട്രെൻഡ് സെറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പോഴേ തുടങ്ങണമെന്നേ ഞാൻ പറയുന്നത്. രാഹുൽ ഗാന്ധി എടുത്ത നിലപാടെന്നുള്ള വളരെ ശ്ലാഘനീയമാണ്. കാരണം രാഹുൽ ഗാന്ധി അടുത്ത കാലത്തൊന്നും എടുക്കാത്ത വലിയ രീതിയിലുള്ള ഒരു പ്രിക്കോഷൻ എടുത്ത് വളരെ പ്ലാൻഡായി വളരെ എഫക്റ്റീവായി ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവരികയാണ്. ആ മുന്നോട്ട് കൊണ്ടുവരുന്ന കാര്യം എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ പറയണ്ട. ഇതുവരെ BJPക്ക് അതിനെക്കുറിച്ച് പാളിച്ചയെക്കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ പ്രതിപക്ഷ പാർട്ടികളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ പിന്നെ നിങ്ങൾ സത്യവാങ്മൂലം എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. സത്യമൂലം തന്നില്ലെങ്കിൽ നമ്മളെ മുക്കിലേക്ക് വലിച്ചു കയറ്റും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലൊന്നും വീണു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെന്താണ് സ്മൃതി മേഡം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരെ ഉള്ളിൽ നിന്നും വലിച്ചു താഴെയിടാനുള്ള ശ്രമമാണ് നടത്തുക. BJP പണ്ട് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഉള്ളിൽ നിന്ന് ഒരാളെ കണ്ടെത്തും, എന്നാൽ അയാളെ കൊണ്ട് പറയിപ്പിക്കും. പണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നില്ല, ഇപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാരെ കൊണ്ട് ഉള്ളിൽ നിന്ന് പറയിപ്പിക്കും. ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ തന്നെ എതിർ സ്വരമാണല്ലോ എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രൊട്ടസ്റ്റിൽ ശശി തരൂർ നല്ല രീതി ഞാൻ പറയും. ശശി തരൂർ ഉണ്ടായിരുന്നു. ഞാൻ പറയും ഓരോ സമയത്ത് ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കർണാടകയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാകേണ്ട സ്ഥലം. അവിടുത്തെ ഒരു മന്ത്രിനെ കൊണ്ട് അറിയിക്കുകയാണ് ഇത് നമ്മുടെ കാലത്ത് നടന്നാലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നാണ്. അപ്പം ഞാൻ ഇന്ന് ACC എടുത്ത തീരുമാനങ്ങളെ പോലെ ശക്തമായ തീരുമാനം എടുക്കാൻ കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് വളരാൻ കഴിയും. എന്താണ്? അദ്ദേഹത്തെ പുറത്താക്കാൻ പറഞ്ഞു, പുറത്താക്കി. ഒരു ദിവസം ഒരു മിനിറ്റിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മന്ത്രിസ്ഥാനം എടുത്ത് ദൂരെ കളഞ്ഞു. അതോടുകൂടി ശക്തമായ നിലപാട്, ഇതുപോലെ നിലപാടെടുക്കാൻ പറ്റണം പാർട്ടിയായിട്ടുണ്ടെങ്കിൽ. കേരളത്തിൽ ഇതുപോലെ തന്നെയാണോ? കേരളത്തിലുള്ള ചില നേതാക്കന്മാർ ചില സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ കണ്ടിട്ടില്ലേ? ഈ പാർട്ടിനെ അപ്പാടെ വെച്ച് താഴ്ത്തി കളയും. അങ്ങനെയുള്ള നിലപാടാണ്. അപ്പോൾ അങ്ങനെയുള്ള നിലപാടുകൾ എടുത്തു പോകാൻ പാർട്ടിക്ക് കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞാൽ ഇത് വലിയ വിജയമാവും എന്നുള്ളതാണ്. അതും ഒരു മാത്രമല്ല, ഇനി ഇതുപോലെയുള്ള കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ? വോട്ടിംഗ് മെഷീനിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക്, നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോക്ക്, നിങ്ങൾ ചെയ്ത് കാണിക്ക്, ഞങ്ങളെല്ലാ മെഷീനും എടുത്തു വരാം, നിങ്ങൾ ഹാക്ക് ചെയ്തോ. ഇത് നമ്മുടെ പണിയല്ല. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഒന്നും വേണ്ടല്ലോ. ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് 00 എന്ന് പറഞ്ഞ കുറേ അഡ്രസ്സ്, പിന്നെ ഫോട്ടോ ഇല്ലാത്ത കുറേ അഡ്രസ്സ്, LCD ഇല്ലാത്ത കുറേ, ഇതിവർ കണ്ടല്ലോ. ഇതിനെന്ത് നടപടിയാണുള്ളത്? ഇതിന് നടപടിയുള്ളത്? ഇത്രയും ടെക്നോളജി വളർന്ന കാലത്ത്, ഇത്രയും അധികം മുന്നോട്ട് വന്ന ടെക്നോളജി വന്ന കാലത്ത് ഇപ്പോഴും ഒരാൾ ഹൈറ്റിൽ കൊണ്ട് പ്രിൻ്റ് എടുത്ത് കൊടുക്കുകയാണ്, പോയി നോക്കിക്കോളാൻ പറഞ്ഞിട്ട്. ഇത് ലോകത്ത് എവിടെയും നടക്കുന്ന കാര്യമാണോ? ഒരു പ്രതിപക്ഷ നേതാവിന് ഇനി എന്ത് രാജ്യത്ത് എന്ത് വിലയുള്ളൂ? ഒരു പ്രതിപക്ഷ നേതാവിനാണ് ഇത്രയും വലിയ സംഭവം. അത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇവർക്കൊക്കെ എന്താ വില എന്നേ? ഇവർക്ക് എന്തിന് വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 10 അടി ആൾ ഹൈറ്റുള്ള ഒരു സാധനം എടുത്തിട്ട് കൊണ്ടേ പോയി നോക്കിക്കോളാൻ പറയുമോ? എത്ര ഈ പ്രിൻ്റ് എടുക്കുന്ന പൈസ ഉണ്ടല്ലോ, ഈ പ്രിൻ്റ് എടുക്കുന്ന പൈസ ഇന്ത്യയിലെ ജനങ്ങളുടെ നീതിപ്പണമാണെന്നുള്ള ഓർമ്മ പോലും ഇവർക്കില്ല. അപ്പോൾ അത്രയും എടുത്തു പറയും. ഇതൊരു സോഫ്റ്റ്വെയറിൽ ഇട്ട് കൊടുത്താണ്ടല്ലോ 1 മണിക്കൂർ കൊണ്ട് പുറത്തു വരാവുന്ന കാര്യമുള്ളൂ. പക്ഷേ അത് ചെയ്യാൻ സമ്മതിക്കില്ല. ഇന്നൊക്കെ നോക്കുന്ന സമയത്ത് പല വെബ്സൈറ്റുകളും, ഇലക്ഷൻ കമ്മീഷൻ്റെ പല വെബ്സൈറ്റുകളും പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല. എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് അറിയോ? ടെക്നിക്കൽ എററാണ്. എങ്ങനെയാണ് ടെക്നിക്കൽ എററാവുക? എല്ലാ വെബ്സൈറ്റുകളും പടപടാൻ ടെക്നിക്കൽ എററാവുകയാണോ? പോയി നോക്കി സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രിൻ്റ് എടുക്കാൻ നോക്കിയാൽ ഒരു രാവിലെ പ്രിൻറ്റിന് കൊടുത്താൽ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്താൽ 10 ദിവസം കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവില്ല.
കാരണം അങ്ങനെയാണ് സൈറ്റുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താ? ജനങ്ങൾക്ക് ജനങ്ങളുടെ ശൈലിയിൽ ഒരു ആളെ തിരഞ്ഞെടുക്കാൻ കഴിയണം, വേണ്ടേ? അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിയാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ടോ ഇപ്പോൾ? അതില്ല എന്നുള്ളതാണ്. അതിനെതിരെയാണ് പ്രതിപക്ഷം സമരം നടത്തുന്നത്. ആ സമരം വലിയ രീതിയിൽ വിജയമാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. റൈറ്റ്. സുജയ, ഇന്നിപ്പോൾ രാജ്യ തലസ്ഥാനം കണ്ടത് മുൻപെങ്ങും കാണാത്ത വിധം ഇരട്ടി ഊർജ്ജം ആവാഹിച്ച പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടമല്ലേ? അത് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ലേ? ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷേ അതിൽ രാഷ്ട്രീയമുണ്ട് എന്നതൊരു വസ്തുതയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ബീഹാറിലെ SIR ആണ് പ്രധാനമായും അവിടെ ഉയർത്തിയ മുദ്രാവാക്യങ്ങളിലൊന്ന്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം കൂടിയാണിത്. ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അതിൽ രാഷ്ട്രീയമുണ്ട് എന്നത് വ്യക്തമാണ്. ഇവിടെ ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ടു സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് ബാനറുകളിലും എല്ലാം ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ എന്ന് പറയുന്നത്. ഇവിടെ പാർലമെന്റ് ഹൗസിൽ നിന്ന് മഗർദ്വാറിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തിലേക്ക് മാർച്ച് നടത്തുന്നത്. അപ്പോൾ 1 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചാണ് തടയുന്നത്. ഈ മാർച്ചിന് അനുമതി തേടിയിരുന്നില്ല എന്ന കാര്യം കൂടി പുറത്തേക്ക് വരികയാണ്. ഡൽഹി പോലീസ് എന്തുകൊണ്ടാണ് ഈ മാർച്ച് തടഞ്ഞത്, ഇവരെ കസ്റ്റഡിയിലെടുത്തത്, അതിനുശേഷം വിട്ടയച്ചത്? ഇതാണല്ലോ. അപ്പോൾ കസ്റ്റഡിയിലെടുത്തു, പിടിച്ചു വെച്ചു എന്നൊക്കെ പറയുമ്പോൾ മാർച്ച് നടത്തുമ്പോൾ സാധാരണ അതിപ്പോൾ നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കായാലും അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കായാലും ആ സ്ഥലത്തെ പോലീസിനെ അറിയിക്കുക എന്ന് പറയുന്നത് പ്രാഥമികമായ ഒരു കാര്യമാണ്. അപ്പോൾ പോലീസിനെ അറിയിച്ചിരുന്നില്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നല്ലോ എന്നതാണ് മറുപടിയായി ജയറാം രമേശ് ഇന്ന് പറഞ്ഞത്. അതൊരു പ്രാഥമികമായ കാര്യമാണ്. അത് വിട്ടുപോയി കോൺഗ്രസ് എന്നുള്ളത് ഇന്ന് അവരുടെ പ്രതികരണങ്ങളിലൂടെ തന്നെ, ജയറാം രമേശിന്റെ പ്രതികരണത്തിലൂടെ തന്നെ മനസ്സിലായ കാര്യമാണ്. അപ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങി, എന്നാൽ അത് പോരാട്ടത്തിന് നല്ലൊരു വിസിബിലിറ്റി കൊണ്ടുവരാൻ സാധിച്ചു എന്നതിനപ്പുറം അടുത്തത് എന്താണ് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നു. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ അത്താഴ വിരുന്ന് നടക്കുന്നു, അതിൽ ചർച്ച നടക്കുന്നു. അതിനുശേഷമുള്ള തുടർച്ചയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെതിരായ ഒരു വികാരം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു തുടർച്ചയുണ്ടാകണം. ഇവിടെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റിലുള്ള കാര്യം, പ്രധാന ബില്ലുകളിൽ ചർച്ച നടക്കാൻ പോകുന്ന വേളയിലാണ് പാർലമെന്റ് തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ബില്ലുകളുണ്ട്, പാർലമെന്റിൽ ഈ ചർച്ച സമ്മതിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനോട് എന്താണ് നിങ്ങൾക്കുള്ള ഒരു ഫെയ്ത്ത്, നിങ്ങൾക്കൊരു ലാക്ക് ഓഫ് ഫെയ്ത്ത് ആണ് ഇതിൽ പൂർണ്ണമായും കാണാൻ സാധിക്കുന്നത് എന്നത് മറുഭാഗത്ത് കിരൺ റിജിജുവും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മറുഭാഗത്ത് മറുപടി പറഞ്ഞുകൊണ്ട് കിരൺ റിജിജു ഇന്ന് രംഗത്ത് വരുന്നതോടെ ഇവിടെ നിരുത്തരവാദപരമായി പ്രതിപക്ഷം പെരുമാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തിന്റെ കടമയാണ് സമരങ്ങൾ നയിക്കുക എന്നത്. ആ കടമ നിർവഹിക്കുന്നു എന്നതാണ് എനിക്ക് ഇന്നത്തെ സമരത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ കടമ അവർ നിർവഹിക്കുന്നുണ്ട്, എന്നാൽ അതിന് തുടർച്ച കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണിക്ക് നേരത്തെ ഉണ്ടായ പാളിച്ച അതാണ്. പലപ്പോഴും അവർക്ക് തുടർച്ച ഉണ്ടാക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൽ സംഭവിക്കുമോ എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ ഇപ്പോൾ 16-ാം തീയതി രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന് ബീഹാർ യാത്ര തുടങ്ങുകയാണ്. 100 നിയമസഭാ സീറ്റുകൾ, അതാണ് ലക്ഷ്യം. അപ്പോൾ അത് ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇന്ന് 11-ാം തീയതി 5 ദിവസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള യാത്രയാണ്. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു ഭരണഘടനാ പോരാട്ടം എന്ന് പറയുന്നതിനൊപ്പം തന്നെ അതിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. പാറ്റ്നയിലെ മഹാറാലിയിലേക്ക് കൾമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ സെപ്റ്റംബർ 1-ാം തീയതിയാണ് പാറ്റ്നയിലെ മഹാറാലി വരുന്നത്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള അരങ്ങൊരുക്കലായി ഇന്നത്തെ ഈ പ്രകടനം അടക്കം വരാൻ പോവുകയാണ്. ഇതിനിടയിൽ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ, കർണാടകയിലാണല്ലോ മഹാദേവപുര. കർണാടക സർക്കാർ നടത്തുന്ന നീക്കങ്ങളാണ്. കർണാടക സർക്കാർ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട രേഖകൾ അതടക്കം പരിശോധിക്കുന്നതിന് സിദ്ധരാമയ്യ ഇന്നലെയാണ് നിയമവകുപ്പിന് നിർദ്ദേശം നൽകുന്നത്. അതിനുശേഷം ഇനി 16-ാം തീയതി എന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് റാലിക്കൊപ്പം തന്നെ കർണാടകയിലും പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരാൻ പോകുന്ന ദിവസമാണ്. കർണാടക സർക്കാരിന് ഈ വിഷയത്തിൽ മഹാദേവപുരയാണല്ലോ ഈ ടെസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന മണ്ഡലം. അപ്പോൾ കർണാടക സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നതാണ്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയുന്നതേ ഉള്ളൂ കർണാടക സർക്കാരിന്. 16-ാം തീയതിയാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത് കർണാടകയിൽ. അപ്പോൾ ആ കർണാടകയിലെ മന്ത്രിസഭാ യോഗത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമോ, ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് സിദ്ധരാമയ്യയുടെ തന്നെ വലങ്കൈയായിട്ടുള്ള ആളുടെ രാജണ്ണയുടെ പ്രതികരണം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. KN രാജണ്ണ കോൺഗ്രസ് സർക്കാരിലെ മന്ത്രിയായിരുന്നു. അപ്പോൾ മന്ത്രിയായി ഇരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അത് കർണാടക രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിഫലിക്കുന്നുണ്ട്. അവിടെ അത് ചർച്ചയുമാണ്. മന്ത്രിയോട് രാജി തിടുക്കത്തിൽ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ട് വാങ്ങിയെങ്കിലും രാജണ്ണ പറഞ്ഞ കാര്യം എന്ന് നോക്കൂ, കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയ വോട്ടർ പട്ടിക, കരട് പട്ടിക പരിശോധിക്കാൻ നമ്മൾ പോയില്ലല്ലോ, അതാണ് പറയുന്നത്. അപ്പോൾ പരിശോധന നടന്നില്ല എന്നത് സർക്കാരിന്റെ ഭാഗമായ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പറയുകയാണ്. കരട് പട്ടിക അവിടെ പരിശോധിക്കപ്പെട്ടിട്ടില്ല. കരട് പട്ടിക പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോൾ നേരത്തെ നിങ്ങൾ തൃശ്ശൂരിലെ കാര്യം പറഞ്ഞപ്പോൾ ആ 9 വോട്ടുകൾ കോൺഗ്രസിന്റെ തന്നെ ആളാണ് വന്നിട്ട് പറയുന്നത് അത് വോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ അനുവദിച്ചില്ല, കാരണം ഈ പട്ടികയിൽ ഞങ്ങൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അതുപോലെയുള്ള ഒരു പരിശോധന മഹാദേവപുരയിൽ നടന്നിട്ടില്ല. പറയുന്നത് ഞാനല്ല, മന്ത്രിയായിട്ടുള്ള KN രാജണ്ണയാണ്. നമ്മൾ ഈ സാധനം പരിശോധിച്ചില്ല.
എന്ന് പറയുന്നു. അത് സത്യമായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അല്ലെങ്കിൽ ഇത്രയധികം ഡ്യൂപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത് രാഹുൽ ഗാന്ധി എടുത്ത് ഈ നോക്കുന്നതിന് ഒപ്പം തന്നെ ഈ ബൂത്ത് തലത്തിലുള്ള ആളുകൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പരിശോധന അവിടെ നടന്നിട്ടില്ല എന്നതാണ് മന്ത്രി പറഞ്ഞത്. അത് വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമാണ്. കാരണം മന്ത്രിയെ പുറത്താക്കുന്നതിനപ്പുറം ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള പാളിച്ചകൾ ഉണ്ടാകാതിരിക്കാനാണ് കോൺഗ്രസ് നോക്കേണ്ടത് എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. കാര്യമായ പരിശോധനയും നടത്തിയില്ല, പരാതിയും ഉണ്ടായില്ല. അന്ന് ഈ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോഴും പിന്നീട് അതിന്റെ വോട്ടർ പട്ടികയുടെ ഫൈനൽ ആകുമ്പോഴും ആ ഫൈനലിലും പരിശോധനയോ അല്ലെങ്കിൽ പരാതികളോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തൂത്തുവാരുകയായിരുന്നു കർണാടക കോൺഗ്രസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലും ഞങ്ങൾ കാര്യമായിട്ടൊന്നും പരിശോധിച്ചില്ല. അല്ലെങ്കിൽ 2023 കോൺഗ്രസ് നേടിയത് കൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസിന്റെ ഇന്റേണൽ പോൾ അനുസരിച്ച് 16 സീറ്റും കിട്ടും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കുകൂട്ടലിലേക്ക് അവർ എത്തിയത്. അപ്പോൾ ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ചു, കാര്യമായിട്ടൊന്നും പരിശോധിച്ചില്ല. ബൂത്ത് തലത്തിലൊക്കെ അവിടെ പരിശോധിക്കാൻ അല്ലെങ്കിൽ ബൂത്ത് ഏജന്റുമാരൊക്കെ ഉണ്ടായിരുന്നോ എന്നതിന്റെ സംശയമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ അപാകതകൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താതെ പോകില്ലല്ലോ. അപ്പോൾ കരട് പട്ടികയിൽ പരിശോധന നടത്തിയില്ല എന്ന സത്യം രാജണ്ണയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. അത് ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ തന്നെ. അതുകൊണ്ടാണ് ഉടൻ തന്നെ അയാളെ പുറത്താക്കുന്നത്. അല്ലാതെ അയാളെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിച്ചു എന്നൊക്കെയുള്ളത് അത് വെറുതെ ഇങ്ങനെ ഒരു വാഗ്വാദത്തിന് വേണ്ടി പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യത്തിൽ കൂടി രാഹുൽ ഗാന്ധി ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബീഹാറിലെ കരട് പട്ടിക പുറത്തു വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. ഇന്നിപ്പോൾ 11-ാം തീയതിയായി. ഇക്കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ വന്നിരിക്കുന്ന പരാതികൾ അത് വോട്ടർമാരുടെ ഭാഗത്തു നിന്നാണ്. 8341 പരാതികളാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ഈ കരട് പട്ടിക പുറത്തു വന്നതിന് ശേഷം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്ഥലമാണല്ലോ. മറ്റേത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കരട് പട്ടിക പുറത്തിറക്കി 10 ദിവസത്തിനകം വന്നിരിക്കുന്നത് 8341 പരാതികൾ മാത്രമാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഒരു പരാതി പോലും വന്നിട്ടില്ല. അപ്പോൾ ബീഹാറിൽ എത്ര ബൂത്ത് ഏജന്റുമാരുണ്ട് എന്നതിന്റെ വെറുതെ ആ കണക്ക് ഞാനിന്ന് മറ്റ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടതും കൂടി വെച്ച് എടുത്തൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ 1,60,813 ബൂത്ത് ഏജന്റുമാരാണ് ബീഹാറിലുള്ളത്. ഒരു ഏജന്റിന് പോലും പരാതിയില്ല. അവിടെയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും റാലി നടത്താൻ പോകുന്നത്. റാലിക്കപ്പുറം ഈ കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ മഹാദേവപുരയിലെ എക്സർസൈസ് നിങ്ങൾ ചെയ്യേണ്ടത് ബീഹാറിലാണ്. ബീഹാറിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമ്പോൾ ഒരു പരാതിയും കൊടുക്കാതെ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ നിൽക്കുകയാണ്. RJDക്കും പരാതിയില്ല, കോൺഗ്രസിനും പരാതിയില്ല. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഈ 7 അടി പൊക്കമുള്ള കടലാസ് കെട്ടിനായിട്ട് നോക്കിയിരിക്കുകയാണോ? ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നില്ല എന്ന് രാജണ്ണ പറഞ്ഞത് നിങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കണം എന്നതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി തൃശ്ശൂരിലേക്ക് വരാം. തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ ഈ 9 വോട്ടിനൊന്നും അല്ലല്ലോ സുരേഷ് ഗോപി ജയിച്ചത്. 3.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. ഈ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം വന്ന ആദ്യത്തെ ആരോപണം ഈ VS സുനിൽകുമാറും അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി പറയുകയാണ്. ആദ്യം പൂരങ്കലക്കൽ കാരണമാണ് ജയിച്ചതെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു വോട്ട് ചേർത്തത് കൊണ്ടാണ് ജയിച്ചതെന്ന്. VS സുനിൽകുമാറിന്റെ ബൂത്തിൽ ആ കണക്ക് കൂടി എടുത്തു നോക്കണം. അദ്ദേഹത്തിന്റെ ബൂത്തിൽ പോലും ഇതൊന്നും നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ബൂത്തിലും അന്തിക്കാട് പഞ്ചായത്തിലും ഒക്കെ ലീഡ് ചെയ്തത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചോ എന്തോ. കാരണം അവിടെയും പോയി ചേർത്ത് കാണുമല്ലോ ഇവരൊന്നും അറിയാതെ. അങ്ങനെയാണെങ്കിലല്ലേ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പറ്റുള്ളൂ ഈ വാദം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ. അപ്പോൾ 7-ൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് ചെയ്ത സുരേഷ് ഗോപിയുടെ ജയം ഈ വോട്ട് ചേർക്കൽ മൂലമാണ് എന്നൊക്കെ പറയുന്നത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാകും. അതിനോട് ഞാൻ എന്ത് പ്രതികരിക്കാനാണ്? ഈ പറയുന്നവന്മാർക്കൊക്കെ പൊട്ടന്മാരാണോ എന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിന് മുന്നിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ മുന്നിലുണ്ട്. കെ മുരളീധരൻ, എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ, അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ് എന്നെ തോൽപ്പിച്ചതെന്നാണ്. അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് ഇപ്പോഴും നമ്മുടെ ആർക്കൈവ്സിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. കഴിഞ്ഞ വർഷം ജൂൺ 4-ന് ഉള്ള അല്ലെങ്കിൽ അതിനുശേഷമുള്ള ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്ത് നോക്കിയാൽ കോൺഗ്രസ്സുകാർ തോൽപ്പിച്ചു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ടാണ് ജോസ് വെള്ളൂരിനെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുന്നതടക്കം അവിടെ സംഭവിച്ചത്. CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിലെ വിലയിരുത്തൽ എന്താണ്? അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ BJPക്ക് പോയതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്നതാണ്. അപ്പോൾ ഇതൊക്കെ വിലയിരുത്തി കഴിഞ്ഞതാണ്, പാർട്ടികൾ വിലയിരുത്തിയാണ്. എന്നിട്ടിപ്പോൾ പൂങ്കുന്നത്ത് ഫ്ളാറ്റിൽ 9 വോട്ട് ചേർത്തത് കൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു, അല്ലെങ്കിൽ അപ്പുറത്തെ ഫ്ളാറ്റിൽ പടിഞ്ഞാറേ മൂലയിൽ വോട്ട് ചേർത്തത് കൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു, എല്ലായിടത്തും BJP ഇതാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സാർ. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആൻഡോ സാർ പറഞ്ഞത് ശരിയാ, എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് ചേർത്തുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനം തന്നെയാണ് BJPയും RSSും ഒക്കെ കേരളത്തിൽ നടത്തിയത്. അതിനനുസരിച്ചുള്ള വോട്ട് വിഹിതം എല്ലാ മണ്ഡലങ്ങളിലും കൂടിയിട്ടുണ്ട്. 2 മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി ജയിച്ച മണ്ഡലം മാത്രമല്ല മറ്റ് 2 മണ്ഡലങ്ങളിൽ 1.5% വോട്ടിനാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ തോറ്റുപോയത്. അല്ലായിരുന്നെങ്കിൽ 3 സീറ്റ് കിട്ടിയേനെ. അപ്പോൾ ഈ എളുപ്പമായിരിക്കുമല്ലോ എന്നുള്ളതല്ലോ. കാരണം വോട്ട് ചേർക്കുക അല്ലെങ്കിൽ ആളുകളെ വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരിക അങ്ങനെയൊന്നുമില്ല സാർ. ഇങ്ങനെ കുശുമ്പ് കാണിക്കാതെ അവര് സുരേഷ് ഗോപി ജയിച്ചു പോയില്ലേ 3.25 ലക്ഷം വോട്ടിന്. ജനാധിപത്യത്തിലൂടെ തന്നെയാണ് ആളുകൾ വോട്ട് ചെയ്തവരെ താങ്കൾ അപ്പോൾ കുറ്റം പറയരുത്. കള്ളത്തരത്തിൽ കൂടിയല്ല. സുരേഷ് ഗോപി ജയിച്ചാൽ കള്ളത്തരം, ബാക്കി 19 പേര് ജയിച്ചാൽ അല്ല. തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 2023 കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ചതിന്റെ ഒരു ആലസ്യത്തിൽ കരട് പട്ടികയും ഒന്നും നോക്കുന്നില്ല, ഞങ്ങൾക്ക് ഇത്തവണയും കിട്ടും മൊത്തം സീറ്റും എന്ന് വിചാരിച്ച് കോൺഗ്രസ് ഒരു ആലസ്യത്തിലായി
പോയോ എന്ന് രാജണ്ണയുടെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്റെ ന്യായമായ സംശയമാണ്. അത് അല്ല, സാർ ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, കഥയൊക്കെ ആർക്കും എഴുതാമല്ലോ. അപ്പോൾ എന്റെ ഈ വിഷയത്തിൽ അഭിപ്രായം ഭരണഘടനാ പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്നത് അത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു അവരുടെ ന്യായമായിട്ടുള്ള അവകാശമാണ്. ആ പോരാട്ടം അവർ നടത്തട്ടെ, അതിലൂടെ സത്യം പുറത്തു വരട്ടെ. പക്ഷേ SIR പരാതി കൊടുക്കാത്തത് എന്താണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒന്നും ഒരു പരാതിയുമില്ല ഈ 10 ദിവസമായിട്ടെന്നുള്ള ഒരു ചോദ്യം അവിടെ ഒറ്റ കാര്യം, അതായത് VS സുനിൽകുമാർ പറഞ്ഞത് പല ഘടകങ്ങളിൽ ഒരു കാര്യം എന്നാണ് കേട്ടോ. പല ഘടകങ്ങളുണ്ട്. ഈ ക്രിസ്ത്യൻ വോട്ടർമാരുടെ വോട്ട് പിടിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ എത്ര വോട്ടുകൾ ചേർത്തു എന്ന അടക്കമുള്ള പരാതിയാണ് പറഞ്ഞത്. കെ മുരളീധരൻ എന്റെ പാർട്ടി തോൽപ്പിച്ചു എന്ന് പറയുമ്പോഴും അതിന് മുമ്പ് തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഫ്ളാറ്റുകളിൽ ആലത്തൂരിൽ നിന്ന് 56,000-ലധികം BJP-ക്കാരെ കൊണ്ടുവന്ന് അവിടെ. ആലത്തൂരിൽ മാഡം ഒരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ തവണത്തേക്കാൾ ആലത്തൂരിൽ വോട്ട് എത്രയാണ് കൂടിയത്, അതുകൂടി എടുത്ത് നോക്കൂ. ആലത്തൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വോട്ടർമാരെ കൊണ്ടുവന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ അവിടെ അപ്പോൾ അതിനപ്പുറത്തു ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ നിന്ന് കൊണ്ടുവരുന്നതൊക്കെ സ്വാഭാവികമാണ് സുജയ. സ്വാഭാവികമാണെന്നുണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും പാർട്ടി ആയിരിക്കും. കാൻഡിഡേറ്റിന് 4 സംസ്ഥാനങ്ങൾ. ഒരു കാര്യം കൂടി ഉണ്ട്, ഒരൊറ്റ കാര്യം കൂടിയുണ്ട്. ഈ തൃശ്ശൂരിൽ ഈ മാനിപ്പുലേഷൻ നടന്ന 79 മണ്ഡലങ്ങളിൽ ഒന്ന് തൃശ്ശൂരാണെന്ന് പറഞ്ഞ ആരാണെന്ന് അറിയാം. ഈ കാര്യങ്ങളൊന്നും നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പറകാല പ്രഭാകരന് ബോധ്യപ്പെട്ടില്ലേ? പറകാല പ്രഭാകർ പറഞ്ഞതെന്നറിയോ? 2024 തെരഞ്ഞെടുപ്പിന്റെ ഫലം മോഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ്, സ്റ്റോളൻ വെർഡിക്റ്റ് ആണ് എന്നാണ്. എന്താ അഭിപ്രായം? രാജണ്ണ പറഞ്ഞതിന് മറുപടി ഇല്ലേ? അല്ല, ഇത് ഭർത്താവ് തന്നെ പറയുന്നു. രാജനയ്ക്ക് മറുപടി അദ്ദേഹം അവിടുന്ന് മാറിയല്ലോ, നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് തന്നെ പറയുന്നു 2024 വെർഡിക്റ്റ് സ്റ്റോളൻ വെർഡിക്റ്റ് ആണ്. അതിന് പറയാനുള്ള കാരണങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകണം ഇടവേളയ്ക്ക് ശേഷം. ഭരണഘടനാ പോരാട്ടമോ എന്നാണ് ചോദ്യം. ഭരണഘടനാ പോരാട്ടം തന്നെയാണ് എന്നാണ് എൻ്റെ വാദം. അത് വളരെ ഗൗരവമേറിയ ആഴത്തിലുള്ള ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നിർണായകമായൊരു പോരാട്ടത്തിലാണ് എന്നാണ് എൻ്റെ ടേക്ക്. എന്തുകൊണ്ട് എന്ന് പറയാം. അതിനു മുമ്പ് നോക്കൂ, ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഈ വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദിത്യ ശ്രീവാസ്തവയുടെ ആവട്ടെ, അതല്ല ശകുണ്ട്രാണിയുടേതാവട്ടെ, അതല്ല ഗുർകിത് റാത്ത് സിംഗിൻ്റേതാവട്ടെ, ഇവരുടെയൊക്കെ പേരുകൾ എടുത്ത് നോക്കുമ്പോൾ, പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളെ നമുക്ക് അല്പം തമാശ രൂപേണ പറഞ്ഞാൽ ഈ വോട്ടർമാരുടെ പേരിൻ്റെ സ്ഥാനത്ത് കാണുന്ന വിശദീകരണങ്ങളൊക്കെ ഞാൻ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ, ചില വോട്ടർ പട്ടികയിൽ അച്ഛൻ്റെ പേര് കച്ചടതപ കുമാർ, അമ്മയുടെ പേര് സരിഗമ പതനിസ, വീട്ടുപേര് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന ആളുടെ പേര് തരികിട കുമാർ. അപ്പോൾ തരികിട കുമാർ സൺ ഓഫ് കച്ചടതപ, സൺ ഓഫ് സരിഗമപ എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആദിത്യ ശ്രീവാസ്തവയ്ക്ക് 4 അച്ഛന്മാരാണ്, 4 സംസ്ഥാനങ്ങളിൽ, ഒരു വോട്ടർക്ക്. ശകുണ്ട്രാണിയുടെ പേരിൽ 2 എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു ബൂത്തിൽ തന്നെ 3 എപ്പിക് കാർഡുകളാണ്, 3 വോട്ടർ ID കാർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് സെക്ഷൻ 17 പ്രകാരം ഒരു വോട്ടർക്ക് ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഏതെങ്കിലും തരത്തിൽ തെറ്റായ വിവരം നൽകുന്നത് നിങ്ങളെ ഒരു കുറ്റകൃത്യത്തിന് ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുക. നിങ്ങൾ ജയിലിലടയ്ക്കാം എന്നുള്ളതാണ്. പക്ഷേ ശകുണ്ട്രാണിയുടെ എന്താ പോയി പറഞ്ഞത്? 3 ഒരേ ബൂത്തിൽ തന്നെ 3 വോട്ടർ ID കാർഡുള്ള ശകുണ്ട്രാണിയെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയി ചോദിച്ചു, വെറുതെ വിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പുതിയ തരം പോരാട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതൊക്കെ തരത്തിലാണ് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണകൂടം? അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ പല തലങ്ങളിലല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന തന്നെ വേണ്ട എന്ന നിലപാടെടുത്തതാരാണ്? ഓർഗനൈസർ എന്ന് പറയുന്ന മുഖപത്രമാണ് RSSൻ്റേത്. 1941 നവംബർ മാസം 30-ാം തീയതി ഓർഗനൈസർ എഴുതുന്നുണ്ട് വ്യക്തമായി, ഇതിൽ ഭാരതീയമായൊന്നും ഭാരത ഭരണഘടനയിലില്ല. മനുസ്മൃതിയുടേതായിട്ടുള്ള ആശയങ്ങൾ പോലും ഉൾക്കൊള്ളാത്ത ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് ഓർഗനൈസറിൻ്റെ എഡിറ്റർമാർ എന്ന് പറയുന്നത്. ആരുടേതാണ് ഓർഗനൈസർ എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ദത്താത്രേയ ഹൊസബാള RSSൻ്റെ ജനറൽ സെക്രട്ടറി അല്ലേ? എന്താ ദത്താത്രേയ ഹൊസബാള പറഞ്ഞത്? ഭരണഘടനയിൽ ഈ സെക്യുലറിസം, സോഷ്യലിസം എന്ന് പറയുന്ന ആശയങ്ങളെ നമുക്ക് പുനഃപരിശോധിക്കണം എന്നാണ് പറഞ്ഞത് RSSൻ്റെ ജനറൽ സെക്രട്ടറി. നമ്മുടെ ഭാരത ഭരണഘടനയിലെ സോഷ്യലിസവും സെക്യുലറിസവും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജിയുമായി പോയ ഒരു BJP നേതാവ് ഉണ്ടായിരുന്നല്ലോ. എന്താ പേര്? സുബ്രഹ്മണ്യ സ്വാമി എന്നായിരുന്നില്ലേ? ഒടുവിൽ അതേ സുപ്രീം കോടതി എടുത്ത് ചവറ്റുകൊട്ടയിലിട്ടില്ലേ ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നുള്ളത്? പിന്നീട് ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസവും സെക്യുലറിസവും പുനർചിന്തനത്തിന് വിധേയമാക്കേണ്ട സമയമായി എന്ന് പറഞ്ഞത് BJP നേതാവായ ശിവരാജ് സിംഗ് ചൗഹാൻ അല്ലേ? ഇത് പാശ്ചാത്യ ആശയങ്ങളാണ് എന്ന് പറഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മയല്ലേ? ഭരണഘടനയോട് ആ അർത്ഥത്തിലുള്ളൊരു കൂറോ ഭരണഘടനയുടെ ആശയങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിധേയത്വമോ ഇല്ലാത്തവരാണ് ഈ ഭരണഘടനയെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണല്ലോ നമ്മളോട് പറയുന്നത്. ഇതുവരെ പോരാട്ടം ഭരണഘടനയുടെ സോഷ്യലിസത്തോടും സെക്യുലറിസത്തോടുമാണെങ്കിൽ
ഇപ്പോൾ ഇതാ വീണ്ടും ഭരണഘടനയിലെ ഉപകരണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പോരാട്ടം തുടരുന്ന, അധികാരം പിടിക്കാൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന BJP ഭരണകൂടം ഇപ്പോൾ പുതിയൊരു ടൂൾ കൂടി കണ്ടെത്തിയിരിക്കുകയാണ്, ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷന് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324, ആർട്ടിക്കിൾ 325, ആർട്ടിക്കിൾ 326 ഇതെല്ലാം തന്നെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും നീക്കം ചെയ്യണമെന്ന് പറയുന്ന ശക്തമായ ഒരു രാഷ്ട്രീയ നേതൃത്വം, മറുഭാഗത്ത് ഇലക്ഷൻ കമ്മീഷനെ തന്നെ തങ്ങളുടെ വിജയത്തിനു വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ അധികാര ശക്തിയായി മാറി ആർട്ടിക്കിൾ 324 വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഭാരത ഭരണഘടനയുടെ ഡ്രാഫ്റ്റ്സ്മാനായ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു വാചകം പറയാം. ആർട്ടിക്കിൾ 324 ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ വാചകം ഇതാണ്: നോ ഇൻജസ്റ്റിസ് ഷുഡ് ബി ഡൺ ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ while preparing electoral roll, and anything contrary to it would cut at the very root of democratic government. ജനാധിപത്യ സർക്കാരിൻ്റെ അടിവേരിളക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ കാണിച്ചു കൂട്ടുന്ന കൃത്രിമങ്ങൾ എന്ന് പറഞ്ഞത് സാക്ഷാൽ ഡോക്ടർ BR അംബേദ്കറാണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. പറയുന്നത് എന്നാണ്, ഭരണഘടന രൂപീകരിക്കുന്ന കാലത്ത് പറയുന്നതാണ്. പക്ഷേ ഡോക്ടർ BR അംബേദ്കർ സ്വപ്നത്തിൽ വിചാരിച്ചില്ല സ്വതന്ത്ര ഭാരതത്തിൽ നാം ഇതേ രീതിയിൽ വ്യാപകമായി ഓർഗനൈസ്ഡ് ആയ രീതിയിൽ ഭാരത ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിഷൻസായ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആർട്ടിക്കിൾ 324 കോംപ്രമൈസ് ചെയ്യപ്പെടുമെന്ന് കരുതിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പല പേരുകളിൽ അറിയപ്പെടുന്ന വോട്ടർമാർ വ്യാജ വോട്ടർമാരായിട്ട് ഒന്നും രണ്ടുമല്ല, ഒരു മണ്ഡലത്തിൽ മാത്രം 1,280,000 വോട്ടർമാരെ കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324. ഈ പോരാട്ടം എന്ന് പറയുന്നത് ഭരണഘടനയെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ഞാനല്ലല്ലോ ആദ്യം പറയുന്നത്, നമ്മൾ നേരത്തെ സംസാരിച്ചു. പറകാല പ്രഭാകർ എന്താ പറഞ്ഞത്? 79 ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും BJP വിജയം നേടിയത് 5 കോടി വോട്ടർമാരെ കൂട്ടിച്ചേർത്തിട്ടാണ് എന്ന ആരോപണം ഉന്നയിച്ച നേതാവിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു നിരീക്ഷകൻ്റെ പേര് പറകാല പ്രഭാകരൻ എന്നാണ്. നിർമ്മലാ സീതാരാമൻ എന്ന കേന്ദ്രമന്ത്രിയുടെ ഭർത്താവാണ് ഈ പറഞ്ഞത്. പറയുന്ന രസകരമായൊരു കണക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സാധാരണ ഉടൻ തന്നെ പുറത്തു വരുന്നൊരു കണക്കുണ്ട്, വോട്ടർ ടേൺ ഔട്ട്, എത്ര പേർ വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ കണക്ക്. അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ തരുന്ന അന്തിമമായൊരു കണക്കുണ്ട്. ഇത് തമ്മിലുള്ള മിസ്മാച്ച് 1952 ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 1% മാത്രമായിരുന്നു, അതിൽ താഴെ മാത്രമായിരുന്നു. അത്രേ വ്യത്യാസം വരാറുള്ളൂ. മഹാരാഷ്ട്രയിലും ഒഡീഷയിലും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുമ്പോൾ എത്രയാണ് വന്നതെന്നറിയാമോ? 12.5% വ്യത്യാസമാണ്. ഏകദേശം 5 കോടി വോട്ടർമാർ പെട്ടെന്ന് കണക്കിൽ വരുന്നു. മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ ഞെട്ടിപ്പോയി. അതാണ് 39 ലക്ഷം വോട്ടർമാരെ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നത്. വോട്ടർ ടേൺ ഔട്ടിൽ ഉണ്ടാവുന്ന വലിയ അവിടെയുള്ള ജനസംഖ്യയേക്കാൾ കൂടുതലായുള്ള വോട്ടർമാർ അവിടേക്ക് വരുന്നു എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. ഇതെല്ലാം ആർട്ടിക്കിൾ 324 കോംപ്രമൈസിംഗ് ആണ്. ഇത് അഡൽട്ട് ഫ്രാഞ്ചൈസ്. എന്താ അഡൽട്ട് ഫ്രാഞ്ചൈസ് കോംപ്രമൈസ് ചെയ്താലുള്ള പ്രശ്നം? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിത് രാഹുൽ ഗാന്ധിയുടെ ബീഹാർ മിഷനായിട്ട് കാണുന്നില്ല. സുജയ പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും ഞാൻ എതിർക്കുന്നു. കാരണം ഇത് ഭരണഘടനയുടെ ഒരു മഹത്തായ ആശയത്തോടുള്ള വെല്ലുവിളിയാണ്. എന്താണ് ഒരു ആശയം? ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്, ഇന്ത്യയിലെ ജനാധിപത്യം പ്രൊസീജിയറലായി നിലനിൽക്കുന്നത് അതിൻ്റെ 1 man 1 vote എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു മനുഷ്യനൊരു വോട്ട്. നിങ്ങൾ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് ക്ലാസ്സിലോ ഉള്ള വ്യക്തിയായിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്ക് ഇലക്ടറൽ റോളിൽ പ്രവേശിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. അത് നമ്മളുടെ പൗരാവകാശമല്ലെങ്കിലും രാഷ്ട്രീയ അവകാശമാണ് അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 326 പ്രകാരം നിങ്ങളെ ഒഴിവാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 325 പ്രകാരം നിങ്ങളെ ആർട്ടിക്കിൾ 324 പ്രിപ്പയർ ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളെ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. ബീഹാറിൽ എന്താ സംഭവിച്ചത്? 65 ലക്ഷം വരാം. 65 ലക്ഷം വോട്ടർമാരെ ബീഹാറിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ഇത് ഭരണഘടനയുടെ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന സങ്കല്പത്തിനെതിരാണ്. അതേസമയം ചിലയിടങ്ങളിൽ അവർക്ക് അനുകൂലമായി വോട്ട് ഇരട്ടിപ്പിക്കുകയോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം അഡീഷനും ഒരേ സമയം എക്സ്ക്ലൂഷനും നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. മഹാദേവപുരയിൽ സംഭവിച്ചത്, നമ്മുടെ കേരളത്തിൻ്റെ മഹാദേവപുരയായി മാറിക്കൊണ്ടിരിക്കുന്ന തൃശ്ശൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ട് അഡീഷനാണ്. മറുഭാഗത്ത് ബീഹാറിൽ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വോട്ടുകളെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായി BJP വരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും പ്രേക്ഷകർ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് വോട്ട് കൂട്ടിച്ചേർത്തും ഒരു ഭാഗത്ത് വോട്ടുകൾ
ഡിലീറ്റ് ചെയ്തുമാണ് ഈ ഭരണഘടനയുടെ മഹത്തായ ആശയത്തെ വെല്ലുവിളിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ മാൻ വൺ വോട്ട്, വൺ മാൻ വൺ വാല്യൂ എന്നതിലേക്ക് ഇന്ത്യ രാജ്യം വളരണമെന്നാണ് അംബേദ്കർ പറഞ്ഞത്. നമ്മൾ വൺ മാൻ വൺ വോട്ടിലെത്തി, വൺ മാൻ വൺ വാല്യൂ എന്ന സങ്കല്പത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഇപ്പോൾ ആ പ്രൊസീജിയറലായ ജനാധിപത്യം പോലും അട്ടിമറിക്കപ്പെടുന്നു. വൺ മാൻ വൺ വോട്ട് എന്ന ആശയത്തിന് മേൽ കടക്കൽ കത്തിവെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടത്തിന് നമ്മൾ ഒരുമിച്ച് ഐക്യദാർഢ്യം കൊടുക്കേണ്ടത്. വോട്ട് ചോരുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യം ചോരുന്നുവെന്നാണ്, ഭരണഘടന തകരുന്നുവെന്നാണ്, അതിൻ്റെ ആധാരശിലകൾ ദുർബലമാകുന്നുവെന്നാണ്, ജനാധിപത്യത്തിൻ്റെ പ്രൊസീജിയറലായിട്ടുള്ള ആ മുഖം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അത് അവസാനിച്ചാൽ പിന്നെ സുജയ ഇന്ത്യ ബാക്കിയുണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയത് എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ പൂങ്കുന്നത്ത് പോയി കണ്ടതല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ നിമിഷം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരേ സമയം അഭിമാനവും അതേസമയം തന്നെ കടുത്ത വേദനയോടും കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് വേദന? ഇന്ന് രാജ്യം മുഴുവൻ, ഒരുപക്ഷെ അടുത്ത കാലത്തെങ്ങും 300 MP-മാർ തെരുവിലിറങ്ങി ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തിയിട്ടില്ല രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത്. ഇതേപോലെ ഒരു വിഷയം രാജ്യശ്രദ്ധയെ ആകർഷിച്ചിട്ടില്ല. 80% വരുന്ന നാഷണൽ മീഡിയയും ഈ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല എന്നതാണ് എൻ്റെ പക്ഷം. എന്തിനേറെ, നമ്മുടെ സംസ്ഥാനത്തുള്ള പല പ്രധാനപ്പെട്ട മീഡിയ സ്ഥാപനങ്ങളും ഈ രാജ്യം കത്തി നിൽക്കുന്ന പൗരാവകാശത്തെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വേളയിൽ ലവ് ജിഹാദ് ചർച്ച ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളും സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ളത് ഒരേ സമയം തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം അതിൽ അഭിമാനമുള്ളത്, നമ്മളുടെ ചാനൽ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കർണാടകയിലേക്ക് പോവുകയും മഹാദേവപുരയിൽ പോവുകയും അവിടെ നമ്മളുടേതായ അന്വേഷണത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ 5 കാര്യങ്ങളും ശരിയാണെന്ന് കണ്ടെത്തി. അവിടെ മാത്രമല്ലെന്നും ബാംഗ്ലൂർ നോർത്തിൽ ഒരൊറ്റ കെട്ടിടത്തിൽ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 385 പേരാണ്, ഒരൊറ്റ വീട്ടിൽ 355 പേരുടെ പേരാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. RK പുരയിൽ ഒരൊറ്റ മുറിയിൽ 8 പേർ താമസിക്കാൻ പോലും വിസ്തീർണമില്ലാത്ത മുറിയിൽ 80 പേരാണ് പേർ ചേർക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ കണ്ടെത്തിയതാണ്. പൂങ്കുന്നത്തേക്ക് വന്നപ്പോഴോ ഒരു വീട്ടിൽ ആ വീട്ടമ്മയ്ക്ക് അറിയില്ല. ആ വീട്ടമ്മ 4 വർഷമായി അവിടെ താമസിക്കുക. ആ വീട്ടമ്മയോട് ഞങ്ങളുടെ പ്രതിനിധി ചോദിക്കുന്നുണ്ട് ഓരോ പേരുകൾ, ഇവരെ ഒന്നും അറിയില്ല. ആ മേൽവിലാസത്തിലാണ്. നിങ്ങൾ സൂക്ഷിച്ചോളൂ, നിങ്ങളുടെ വീട്ടിലെ മേൽവിലാസത്തിലും ഒരു പോസ്റ്റ് കോഡിൻ്റെ തെളിവിൽ ഏതെങ്കിലും ഒരാൾ വന്ന് വോട്ട് ചേർത്തിട്ടില്ലെന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മേൽവിലാസത്തിലും 1, 2, 3 പേരെയൊക്കെ ചേർക്കാൻ വേണ്ടുന്നൊരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്യന്തം അപകടകരമായ സാഹചര്യത്തിലേക്കാണ് നമ്മുടെ ജനാധിപത്യം പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിലേക്ക് മറ്റു മണ്ഡലത്തിലെ ചില വോട്ടർമാരെ കൊണ്ടുവന്ന് വ്യാജ മേൽവിലാസം ഉണ്ടാക്കി വോട്ട് ചെയ്യിപ്പിട്ട് അവിടുന്ന് പോവുകയാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതാണ്, പൂങ്കുന്നത്ത് ഒരൊറ്റ വാർഡിലെ 120 വോട്ടർമാരെ കാണാനില്ല. എന്തിനേറെ, നമ്മൾ ഇന്ന് പോയ 9 പൂങ്കുന്നത്തെ ഫ്ലാറ്റിലെ 9 വോട്ടർമാർ അത് ആരാണെന്ന് ആ അമ്മയ്ക്ക് അറിയില്ല. നമ്മൾ ഇന്നലെ പോയ കർണാടകയിലെ KR പുരയിലെ 385 പേർ ആരാണെന്ന് ആ വീട്ട് ഉടമയ്ക്കോ അവിടെ താമസിക്കുന്ന വാടകക്കാരനോ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗോഡൗൺ സ്വന്തമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് BJP അനുഭാവം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടേക്കൊരു BJP നേതാവ് വന്ന് ഒരു പ്രാദേശികമായിട്ട് നിങ്ങളോട് പറയുന്നു, ഒരു 10-25 പേർക്ക് ഇവിടെ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം, നിങ്ങളുടെ മേൽവിലാസം നമ്മൾ കൊടുക്കും. ഒരു വാടകച്ചീട്ട് മതി. ആ വാടകച്ചീട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ആ മേൽവിലാസത്തിൽ വരുന്ന പോസ്റ്റ് കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പേര് ചേർക്കാമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അവരവിടെ സ്ഥിരം താമസിക്കേണ്ട. എന്താ ചട്ടപ്രകാരം പറയുന്നത്? 6 മാസം നിങ്ങൾ താമസിക്കണം. 6 മാസം താമസിച്ചിട്ടാണോ തൃശ്ശൂരിൽ പലയിടങ്ങളിലും പേര് ചേർക്കപ്പെട്ടത്? അവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ വന്നപ്പോൾ കൂടും കുടുക്കയുമായിട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി വരുന്നു, ഒപ്പം തന്നെ തൻ്റെ സഹപ്രവർത്തകർ വരുന്നു, അവർ വന്ന് വിവിധ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നു, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പൊടിയും തട്ടിപ്പോകുന്നു. തൃശ്ശൂർ പിന്നെ അവർക്ക് ആവശ്യമില്ല, താമസിക്കാൻ ആവശ്യമില്ല, അവരുടെ ലക്ഷ്യം കഴിഞ്ഞു. ഒരു മണ്ഡലത്തിലെ വോട്ടർ ആ മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലെ വോട്ടർക്ക് വേണ്ടിയിട്ട് സ്ഥലം മാറിപ്പോയി വോട്ട് ചെയ്ത് തിരിച്ചു വരുന്നത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ആശയത്തെ തന്നെ ചോദ്യം ചെയ്ത ഒന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രൊസീജിയറലായ നമ്മളുടെ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിനു പോലും ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള നീക്കം എന്ന് തന്നെ പറയണം. രാഹുൽ ഗാന്ധിയുടെ നീക്കം ആ അർത്ഥത്തിൽ വളരെ ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച പല വിഷയങ്ങളും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഇത് അത്ര പെട്ടെന്ന് തേച്ചു മാച്ച് കളയാൻ കഴിയില്ല എന്നാണ് എൻ്റെ ടേക്ക്. അതിനൊക്കെ ഓരോ ചോദ്യത്തിനും നേരെ ഘടകവിരുദ്ധമോ അതുമായി ഒരു ബന്ധവുമില്ലാത്ത മറുപടി നൽകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് എനിക്ക് 2 ചോദ്യമുണ്ട് കേട്ടോ. ആ ചോദ്യത്തിന് ഇനിയും ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ മതി. ഷഹുൻ റായിനിയുടെ പേരിൽ 3 പേര് ഒരേ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ ഒരു അഭിപ്രായവും ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അറിയേണ്ട കാര്യമാണ്. 2, മേൽവിലാസങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം, അതായത് പല വോട്ടർ പട്ടികയിലെ വോട്ടർ ID-യിലും കാണുന്ന ഈ തെറ്റായ മേൽവിലാസങ്ങൾ എന്താണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിലയിരുത്തൽ. ഒരു പത്രക്കുറിപ്പ് വന്നോ?
ഇത് സാങ്കേതികമായ പിശവാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. സാങ്കേതികമായ പിശവ് 1,250,250 വോട്ടുകളിൽ വരുമ്പോഴാണല്ലോ അതൊരു ആസൂത്രിതമായ പിഴവായി മാറുന്നത്. അതുകൊണ്ട് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നിലയുറപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ട്. ആ വിഷയം കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ ആ വിഷയം സജീവമായി നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് റിപ്പോർട്ടർ TV തുടർച്ചയായി കർണാടകയിൽ നിന്ന് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വന്നത് എന്താണെന്നറിയാമോ? ഒരു ബ്രൂവറിയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ജീവനക്കാരുടെ പേരിൽ 79 ഐഡികളാണ്. ആ ഐഡിയുള്ള സ്ഥലത്ത് പോയി നോക്കുമ്പോൾ 68 അതിൽ എത്രയുള്ളത്? 68 ഉണ്ടല്ലേ? എത്ര പേരാണ് ഇപ്പോൾ ഉള്ളത് സുജയ ആ ബ്രൂവറിയിൽ? 7 പേര്. 68 പേരാണ് അവിടെ വോട്ടർ പട്ടികയിലുള്ളത്. 7 പേരാണ് അവിടെ ആക്ച്വലി ഉള്ളത്. ബാക്കി 61 പേരെവിടെ? 385 പേരെവിടെ? ഒരു മുറിയിൽ താമസിച്ച 80 പേരെവിടെ? നമ്മളെപ്പോലെ ഒരു മാധ്യമം പോയി കണ്ടെത്തിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇത്. നമ്മൾക്ക് എന്താണ് അതാണ് സാറേ രാജണ്ണ ചോദിച്ചത്. ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്തായാലും പരിശോധിക്കാത്ത കാര്യം. ഡോക്ടർ അരുൺ വാച്ച്ഡോഗായി പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങൾ ഇല്ലാത്ത ലവ് ജിഹാദ് തിരഞ്ഞല്ല പോകേണ്ടത്. അതാ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളതാണ്. ഭരണഘടനയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന ഈ വെല്ലുവിളി ഉയർത്തുന്ന ഇന്ത്യയുടെ ശത്രുക്കളെ നിങ്ങൾ തിരിച്ചറിയണം. ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് നിങ്ങൾ പറയുമല്ലോ. ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ശത്രുക്കളെ തിരിച്ചറിയണം. അവരെ ഒന്ന് സൂക്ഷിച്ചു വയ്ക്കുന്നതും നല്ലതാണ്. ഇത് ജനാധിപത്യത്തിന്റെ മുന്നമാരാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജയ് ഹിന്ദ്, ജയ് സംവിധാൻ. ഡോക്ടർ അരുൺ, നിരാശപ്പെടേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി അല്പം മുമ്പ് ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഈ ക്യാമ്പയിൻ ഒരു പബ്ലിക് മൂവ്മെന്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. പബ്ലിക് മൂവ്മെന്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, കഴിഞ്ഞ 24 മണിക്കൂറിൽ 15 ലക്ഷത്തിലധികം സപ്പോർട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് കിട്ടിയിരിക്കുന്നത്. 10 ലക്ഷത്തിലധികമാണ് മിസ് കോൾസ് വന്നിരിക്കുന്നത്. മിസ് കോൾസ് അവർ ആവശ്യപ്പെട്ടാണ് നമ്പർ കൊടുത്തിട്ട്. അപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്നത് ഇത്രയധികമാണ്. അതായത് അടിച്ചമർത്തപ്പെട്ട സത്യം അത് പുറത്തേക്ക് വരികയാണ്. അത് ജനകീയ പ്രക്ഷോഭമായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പരകാല പ്രഭാകരെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് എറണാകുളം DCC സംഘടിപ്പിച്ച പരിപാടിയിലാണ്. മുഹമ്മദ് ഷിയാസിനെ മുഹമ്മദ് ഷിയാ, അതായത് BJP-ക്കാരനായ പരകാല പ്രഭാകർ എന്ന ധ്വനി ഉണ്ടാക്കുന്ന രീതിയിലാണല്ലോ നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ്, ധനമന്ത്രിയുടെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു. അതാണല്ലോ അദ്ദേഹത്തിന്റെ വാദത്തിന് താങ്കൾ കൊടുത്ത ഒരു മൂല്യം. എന്നാൽ എറണാകുളം DCC സംഘടിപ്പിച്ച പരിപാടിയിൽ പോയിരുന്ന പരകാല പ്രഭാകർ അദ്ദേഹത്തിന്റെ എക്കണോമിസ്റ്റ് എന്ന രീതിയിലുള്ള ഓദർ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽസിനെ ഒന്നും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. താങ്കൾ എത്ര പുച്ഛത്തോടെ BJP കുറിച്ച് പറഞ്ഞാലും ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ആ ക്രിട്ടിക്കലായി പറയുന്നതിനകത്ത് പുച്ഛവും പരിഹാസവും വരുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഒരാൾക്ക് ശരി. അപ്പോൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ കോർപ്പറേഷനിലടക്കം കോഴിക്കോട് കോർപ്പറേഷനെ കുറിച്ച് താങ്കൾ മിണ്ടില്ല. അവിടെയും നടന്ന കാര്യം എന്താണ് എന്നുള്ളത് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ 17C എന്തുകൊണ്ടാണ് കളക്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഈ മൂവ് ചെയ്യാതിരുന്നത് എന്ന കാര്യവും പരകാല പ്രഭാകർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിങ്ങളുടെ പണി നിങ്ങൾ ചെയ്യാത്തതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് പിഴച്ചു എന്ന ഒരു ചോദ്യമോടെ നിൽക്കുകയാണ്. പണിയെടുത്തിട്ടില്ല എന്ന് കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുകൂടി കേൾക്കണം. തിരുത്താനുള്ളത് അവനവന്റെ ഭാഗത്തും പോക്കറ്റടിച്ചതിന് ശേഷം അന്തസ്സോടുകൂടി പോക്കറ്റടിച്ചയാൾ തലയുയർത്തി എന്ന് പറയുകയാണ്. പോക്കറ്റിലിരിക്കേണ്ട സാധനം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ ആർഗ്യുമെന്റിന്. അതാണല്ലോ ആർഗ്യുമെന്റ്. രാഷ്ട്രീയ പാർട്ടികൾ കരുതലോടുകൂടി ഇരിക്കണം. താങ്കളുടെ പരകാല പ്രഭാകരാണ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി എന്നാണ്. ജാഗ്രത വേണം, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇല്ലെങ്കിൽ എല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന ടീമാണ്. ഓർമ്മയുണ്ടാവണം എന്ന് 15 ലക്ഷം 1 കോടി എല്ലാം അടിച്ചുകൊണ്ട് പോകണം എന്നുള്ളതാണ് പലരുടെയും മനസ്സിലിരിപ്പ്. ഇപ്പോൾ അവസാനം ബാക്കി നിൽക്കുന്നു ഭരണഘടന തകർക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമമാണ് നടക്കുന്നത്. ഭാരതാംബയുടെ രൂപത്തിൽ വന്നില്ലേ, സോഷ്യലിസം സെക്യുലറിസത്തിന് രൂപമായിട്ട് വന്നില്ലേ, വിഭജന ഭീകരതാ ദിനമായിട്ട് വിഭജന ഭീകരതാ ദിനം. എന്തുകൊണ്ടാണ് സുജയ അങ്ങനെ ആചരിക്കാൻ തീരുമാനിച്ചത്? സ്വാതന്ത്ര്യ ദിനം എന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യ ദിനത്തിലെ പ്രസംഗത്തിൽ ഒരു വരി പോലും ഒരാളുടെ പേര് പോലും പേര് ചേർക്കാനില്ലാത്ത സംഘപരിവാറിൻ്റെ കുടുംബത്തിന് പുതിയൊരു ആയുധം കിട്ടിയിരിക്കുക, വിഭജന ഭീകരത ദിനം. അങ്ങനെ പറഞ്ഞാൽ ശ്യാം പ്രസാദ് മുഖർജിയുടെ പേര് പറയാമല്ലോ. അതുകൊണ്ട് മാത്രം കൊണ്ടുവരുന്നൊരു ആശയമാണ് അത്. സർവകലാശാലകളിൽ നാടകം കളിക്കണം, സർവകലാശാലകളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കണമെന്നാണ് പറയുന്നത്. സൗകര്യമില്ല എന്നാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് വേണ്ടതും. ആ അർത്ഥത്തിൽ ഭരണഘടനയോടുള്ള എല്ലാ എതിർപ്പുകളെയും നമുക്ക് ഒരുമിച്ച് നിന്ന് തന്നെ പോരാടണം എന്നുള്ളതാണ് നമ്മളുടെ ടേക്ക്. അപ്പോൾ ഇനി വിയോജിപ്പില്ലെന്ന് തോന്നുന്നു. ഭരണഘടന പോരാട്ടമോ എന്ന ചോദ്യത്തിന് 4 പേരുടെയും അഭിപ്രായം ഭരണഘടനാ പോരാട്ടം എന്ന് തന്നെയാണ്. സുജിയുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് അല്ലേ?
എന്താ അഭിപ്രായപ്പെടാൻ പാടില്ലേ? താങ്കൾ പറയുന്നതനുസരിച്ച് അഭിപ്രായപ്പെടണം. ആർഗ്യുമെന്റ് അതിൽ ഉറപ്പിച്ചതാണ് നമ്മുടെ വോട്ടിംഗ് താങ്കൾക്ക് സ്മൃതി പരത്തിക്കാരനെ സംശയമില്ല. ഇവിടെ വ്യാജ വോട്ടില്ല. അല്ല, നിങ്ങളൊരു ടീമാണല്ലോ. ഇവിടെ വ്യാജ വോട്ടില്ല. താങ്കൾ ചെയ്യരുത്, അഞ്ജലി തന്നെ പോയി. വ്യാജ വോട്ടില്ല, അതുകൊണ്ടാണ്. അല്ല, താങ്കൾ അഞ്ജലി തന്നെ ചെയ്യണം, കളമശ്ശേരി അല്ല. ഞാൻ ഒരിക്കൽ കൂടി പറയാം, അത് വോട്ട് തെറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, താങ്കൾ എന്തിനാണ് ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രതിപക്ഷം ഒരു പോരാട്ടം നടത്തിയാൽ ആ പോരാട്ടത്തെ അംഗീകരിക്കണം. അല്ലാതെ താങ്കളെ പോലെ ബിജെപിയെ കണ്ണടച്ചങ്ങ് എതിർക്കുകയാണ്. ബിജെപി എന്ന് കേട്ടാലുള്ള അയ്യോ ഞാൻ എതിർത്തില്ലെങ്കിൽ എന്ത് തോന്നും എന്റെ മുഖ്യമന്ത്രിക്ക്? അതല്ലേ ചിന്ത? Right. Meet the editors.